നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 20, 21 തീയതികളിൽ തുലാം രാശിക്ക്, അതായത് ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം, തുലാം രാശിക്ക് 9 ഗ്രഹങ്ങളും അനുകൂലമാണ്. നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 19 രാത്രി 10:51 PM മുതൽ ഡിസംബർ 22 രാവിലെ 10 മണി 6 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ തരണം. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. അത് പക്ഷേ ഈ വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാൾ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ തുലാം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇടിവെട്ട് സൗഭാഗ്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 9 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് ഇവർക്ക് വന്നേക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിക്കുന്ന ഇതാണ്, മറ്റ് രാശിക്കാർക്കൊന്നും തന്നെ തുലാം രാശിയുടെ 4 അയലത്ത് വരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ ധനുമാസം. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ നിരവധിയാണ്, എന്തും നേടാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കണം നിങ്ങൾ. അതായത് ഒന്നാമത് ഇത് രാശിഫലമാണ്. ഓക്കെ, തുലാം രാശിക്കാർക്ക് മാത്രമല്ല, തുലാം ലഗ്നക്കാർക്കും ഈ കാര്യം ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ നിരവധി കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഫലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഒന്നാമത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം, നിർബന്ധമാണത്. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാത്തവർക്കൊന്നും തന്നെ ഈ ഫലങ്ങളൊന്നും അനുഭവത്തിൽ വരത്തില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്നുറങ്ങിയിട്ട് ഇടിവെട്ട് സൗഭാഗ്യം കിട്ടുന്നില്ലെന്ന് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ 2 ദിവസം ഞാൻ ബിസിനസ് സംബന്ധമായിട്ട് ടൂറിലായിരുന്നു. ഏതാണ്ട് സൗത്ത് ഇന്ത്യ മുഴുക്കെ കിടന്ന് കറങ്ങി. ഇന്നലെ വെളുപ്പിന് 2:30ക്കാണ് വന്നത്. എന്നിട്ട് പോലും ഞാൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വിളക്ക് കത്തിച്ച് 5:13 കൃത്യം പ്രാർത്ഥിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും 5:13 പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതായത് ഇന്നിപ്പോൾ രാവിലെ 5 മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാളെയും 5 മണിക്ക് തന്നെ പ്രാർത്ഥിക്കണം. കാരണം കൃത്യമായിട്ട് എല്ലാ ദിവസവും 5 മണിക്ക്, അല്ലെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5:13 AM ഇന്ന് 5:13 പ്രാർത്ഥിച്ചാൽ നാളെ രാവിലെ 5:13 AM ആകുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ എവിടെ ആയാലും നമ്മുടെ അരികിലെത്തും. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കണമെങ്കിൽ ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃത്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം സമുദായക്കാർ കൃത്യമായിട്ട് 5 തവണ നിസ്കരിക്കും. അതിനൊക്കെ കൃത്യസമയമുണ്ട്, മനസ്സിലാക്കുക, അത് ശ്രദ്ധിക്കുക. കൃത്യസമയത്തിനാണ് അവർ നിസ്കരിക്കുന്നത്. അത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും അത് നമുക്ക് നല്ല കാര്യമാണ്. അത് ആര് ചെയ്താലും, ഏത് മതക്കാർ ചെയ്താലും നമ്മളത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൃത്യമായിട്ട്
ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. ഈ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം 20-21 തീയതികളിൽ രാവിലെ 5:08 AM മുതൽ രാവിലെ 5:56 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 20-21 തീയതികളിൽ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. അത് ഏറ്റവും മിനിമം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളെങ്കിലും നമ്മൾ ചൊല്ലിയിരിക്കണം ഒരു ദിവസം. അതായത് മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ ജീവിതകാലം മുഴുക്കെ ഒരു ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച മന്ത്രം ചൊല്ലിയാലും ഈ എല്ലാ മന്ത്രങ്ങളും കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലി തീർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ചിലതൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഞങ്ങളുടെ വാട്സാപ്പിലൊക്കെ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞുതരാം. ഏതൊക്കെ മന്ത്രങ്ങളാണ്, എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കണം, എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഈ ഇടിവെട്ട്, വെറും ഇടിവെട്ടാന്ന് ഞാൻ പറയത്തില്ല. കാര്യം 9 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കൂടാതെ നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം കണ്ടുപിടിക്കണം. ഇപ്പം തുലാം രാശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നു ഗ്രഹനിലയിൽ, തുലാം രാശി, തുലാക്കൂറ്. ഓക്കെ. അതേസമയം ലഗ്നം വേറെ ആവാൻ സാധ്യതയുണ്ട്. ഞാൻ തുലാം രാശിയാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ലഗ്നം പക്ഷേ കർക്കിടക ലഗ്നമാണ്. ഓക്കെ. അപ്പോൾ കർക്കിടക രാശിയുടെ ഫലവും കൂടി എനിക്ക് കടന്നു വരും. ഓക്കെ, ഇടകലർന്നു വരും. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രഹനില എടുത്തിട്ട് ലഗ്നം കണ്ടുപിടിക്കുക. നിങ്ങൾക്കത് നോക്കാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷം സമീപിച്ചത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ തുലാം രാശിക്കാരനും തുലാം ലഗ്നക്കാരനുമാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റാണ്. ഈ പറയുന്നതിൻ്റെയൊക്കെ ഡബിൾ എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മഹാദശ, ഇപ്പോൾ നടക്കുന്ന മഹാദശ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അന്തർദശ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുമാത്രമല്ല, ഗ്രഹസ്ഥിതിയിൽ നിങ്ങളുടെ ജനനസമയം വെച്ചുള്ള ആ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യണം. ഇതെല്ലാം കൂടി വന്നതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ ഇടിവെട്ട് സൗഭാഗ്യത്തിൻ്റെ ഇടിയും ചവിട്ടും ഒക്കെ കിട്ടും. അപ്പോൾ അതായത് ചുമ്മാ ഒന്നും കാര്യം നടക്കത്തില്ല. എമ്മിണി പരിശ്രമം മതി. എൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ ഉണ്ട്. ഇടിവെട്ട് സൗഭാഗ്യം നിങ്ങൾക്ക് നേടാം 1 രൂപ ചിലവില്ലാതെ. അതും നിങ്ങളുടെ ഗ്രഹനില കൊള്ളത്തില്ല, അതും ഇതുമെല്ലാം കൊള്ളത്തില്ലെങ്കിൽ പോലും ഇടിവെട്ട് സൗഭാഗ്യം നേടിയെടുക്കാം. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ശരിയായാലും നമ്മുടെ കർമ്മങ്ങൾ നന്നായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, പിന്നെ ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് നിങ്ങൾ സദ്യയൊന്നും നടത്തണമെന്നില്ല. ഒരു ചായ ഒരാൾക്ക് മേടിച്ചു കൊടുക്കും. പോട്ടെ, ആഴ്ചയിൽ ഒരു നേരം ആർക്കെങ്കിലും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഒരാൾക്ക് കൊടുക്കണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. ഓക്കെ. അത് ദിവസവും കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അന്നദാനമാണ് ഏറ്റവും വലിയ മഹാദാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വസ്ത്രം ദാനം ചെയ്യാം. അതുപോലെ എന്തൊക്കെ ദാനം ചെയ്യാം. കുട്ടികൾക്ക് പഠിക്കുന്ന പഠനോപകരണങ്ങൾ, ഒരു പേന വാങ്ങിച്ചു കൊടുത്താലും മതി. ഓക്കെ. ഒരു പെൻസില്, റബ്ബർ, കട്ടറ് മേടിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ദാനധർമാദികൾ നമ്മൾ ചെയ്തിരിക്കണം. ഒരു ഭിക്ഷക്കാരൻ അടുത്ത് വരുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു നാണയത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ കർമ്മശുദ്ധിയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 4-5 വർഷത്തിന് മുമ്പ് ഇവിടെ എല്ലാ ദിവസവും ഞാൻ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം തൊഴാൻ പോകും. അപ്പോൾ ഇന്നും പോയി. ഓക്കെ. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് എല്ലാവരും പ്രദക്ഷിണം വയ്ക്കുക ഈ ഹോമകുണ്ടത്തിന് ചുറ്റും.
ആ സമയത്ത് ഈ ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആരെയോ അയാൾ ദുഷിച്ച് സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഗണപതി ഹോമകുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരാൾ ദുഷിച്ച് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണോ ഈ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ? അതുപോലെ എനിക്ക് അനുഭവമുള്ളത്, യൂട്യൂബിൽ പലരും എന്നെ ചീത്ത വിളിക്കാറുണ്ട്. ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുകയാണോ അതൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടും. സംഭവം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നവർക്കും ഈ പറഞ്ഞ ഒരു കാലത്തും ഇടിവെട്ട് സൗഭാഗ്യമൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കർമ്മശുദ്ധി അത് നിർബന്ധമാണ്. അങ്ങനെയൊക്കെ ഉള്ള നിരവധി കാര്യങ്ങളുണ്ടെങ്കിലേ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം ഈശ്വരൻ തരുന്ന അനുഗ്രഹത്തിന് യോഗ്യത നേടുക. ഞാനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നമുക്ക് അധിഷ്ഠിതയോടെ പറയാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ സ്വയം നന്നാവണം, എങ്കിലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ 9 ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു, ശരി, അതായത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ യോഗ്യത നേടണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നിരവധി കാര്യങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചെങ്കിലേ ഈ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാതെ ചുമ്മാ ഒന്നും കിട്ടത്തില്ല. ഏകദേശം ഞാൻ ചുരുക്കി പറയാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. ഏത് സൗഭാഗ്യവും നിങ്ങൾക്ക് കിട്ടാം. അതാണ്ട് ബുധന് ശുക്രന് അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇതെല്ലാം അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. എന്ന് പറയുമ്പോൾ വീട്, വാഹനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പാത്രീഭൂതരാകും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും ഒക്കെ അവസരം ഒരുങ്ങും. പിന്നെ ഇവിടെ ചൊവ്വയും സൂര്യനും അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങൾ, അതായത് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. പിതൃസ്വത്ത്, പൂർവിക സ്വത്ത്, മാതൃസ്വത്ത്, ഇത് മാത്രമല്ല ഗുരുജനങ്ങളുടെയും അനുഗ്രഹം, മേലധികാരികളുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ സൂര്യൻ അനുകൂലമായിട്ട് തൊഴിൽ ലാഭം, തൊഴിൽപരമായിട്ട് നേട്ടം, അത് ഈ ധനുമാസം മുഴുക്കെ ഉണ്ട്, ഈ ദിവസങ്ങളിൽ മാത്രമല്ല. അതുപോലെ സന്താന ഗുണം, പിതൃഗുണം, പിന്നെ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, എന്താണ് കിട്ടാത്തത് എല്ലാം ലഭിക്കാനുള്ള സമയമാണ് തുലാം രാശിക്കാർക്ക്. പക്ഷേ അതൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ പരിശ്രമങ്ങളൊക്കെ നടത്തണം, കർമ്മങ്ങളും ചെയ്യണം, അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓക്കെ, ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കും. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അത് ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.